എന്തിനു വേണ്ടി സമസ്ത രണ്ടായി എന്ന വിഷയം ആരും പറയുന്നില്ല. മറുവിഭാഗം മിണ്ടുന്നേയില്ല. മിണ്ടിയാൽ അവര് അണികൾ തന്നെ അവരെ ആട്ടി ഓടിക്കും. അങ്ങനത്തെ അവസ്ഥയാണ് സഹോദരങ്ങൾ. എന്തിനു വേണ്ടിയാണ് താജുൽ ഉലമ ഇറങ്ങി വന്നത്? വിദ്യാഭ്യാസ ബോർഡിലുണ്ടായിരുന്ന ഒരു പുസ്തകം എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അഖ്ലാഖ് എന്ന് പറയുന്നത്. ആ അഖ്ലാഖിലെ ഒരു പാഠം അത് തന്നെയാണ് കോലാഹലം. സമസ്ത ഉണ്ടാക്കിയത് തന്നെ പുത്തനാശയക്കാരെ എതിർക്കാൻ വേണ്ടിയാണ്. സലഫി അല്ലെങ്കിൽ കേരളത്തിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, അന്നുണ്ടായിരുന്നത് മുജാഹിദ് മാത്രം, ഐക്യസംഘം എന്ന പേരിൽ. ഏതുമാകട്ടെ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ തടുക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. അപ്പൊ അവരെ എതിർക്കാൻ വേണ്ടിയുള്ളൊരു പാഠം ചെറിയ കുട്ടികൾക്ക് തന്നെ മദ്രസയിൽ പഠിപ്പിക്കാൻ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗുകൾക്ക് സലാം പറയാൻ പാടില്ല. സമസ്ത 60ാം വാർഷികം ഐതിഹാസികമായിരുന്നു. നമ്മളെല്ലാം ഒന്നിച്ചുള്ള സമയത്ത് ഈ സമ്മേളനത്തിന്റെ വിജയം കണ്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗുകാരും അതുപോലെ മുജാഹിദുകളും തീരുമാനിച്ചു, സമസ്ത ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു ഭാഗത്ത് മുജാഹിദും വേസ്റ്റ് ബക്കറ്റിൽ വീതും, ഒരു ഭാഗത്ത് മുസ്ലിം ലീഗും വേസ്റ്റ് ബക്കറ്റിൽ വീതും. നമ്മൾ രണ്ടും ഉണ്ടാവൂല. അപ്പൊ സമസ്തനെ എങ്ങനെയെങ്കിലും പുലർത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ സഹോദരങ്ങൾ സമസ്തന്റെ ചില ആളുകളെ കയ്യിലാക്കി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചുരുക്കത്തിൽ സമസ്ത മുഷാവറയിൽ ചർച്ചയ്ക്ക് വന്നു. എന്ത്? അഖ്ലാഖിലെ ഈ പാഠം ഒന്ന് ചേഞ്ച് ആക്കണം, അതിനൊന്നും ബദലാക്കാം, മാറ്റാം. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗിന്റെ ചങ്ങായിമാരെല്ലാം കുറെ ഇരിക്കുമ്പോൾ അവർക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രശ്നമല്ലേ. അപ്പൊ തീരുമാനിച്ചു ആ പാഠം ഒന്ന് മാറ്റാം. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ പിന്നൊരു തീരുമാനം, പാഠം മാറ്റിയെങ്കിൽ എല്ലാവർക്കും അറിയും. അടുത്ത അധ്യയന വർഷം മുതൽ റമദാന് കഴിഞ്ഞിട്ട് പിന്നെ മദ്രസ തുടങ്ങുമ്പോൾ ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു പുസ്തകം മറിച്ച് നോക്കിയാൽ കഴിഞ്ഞ കൊല്ലമുള്ള അഖ്ലാഖിലെ പാഠം ഇക്കൊല്ലം കാണുന്നില്ല എന്ന് പ്രശ്നമാവും. അപ്പൊ അതിന് കുറെ ആള് പറഞ്ഞ് പാഠം മാറ്റിയെങ്കിൽ അറിയുന്നു, ബുക്ക് തന്നെ മാറ്റാം, അടുത്ത കൊല്ലം മുതൽ ബുക്ക് വേണ്ട. ഇത് കേട്ടിട്ടിരിക്കുന്ന മഹാനരായ ശൈഖുനാ താജുൽ ഉലമ മഹാനവറുകൾ എണിച്ചു പറഞ്ഞു, പുസ്തകം മാറ്റാനും വിടൂല, പാഠം മാറ്റാനും വിടൂല, ഒരു വരി വരെ ഇന്നെടുക്കാൻ വിടൂല. അപ്പൊ പറഞ്ഞു ഞങ്ങൾ മെജോറിറ്റി നോക്കിയിട്ട് പാസ്സാക്കുന്നു. മഹാനരായ താജുൽ ഉലമ മെജോറിറ്റി നോക്കിയിട്ട് ദീനിൽ ഒരു കാര്യം പാസ്സാക്കുകയോ അത് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ആളുകളെ തികഞ്ഞില്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പ് നാളെല്ലാം എടുത്തിട്ട് പൈസ കൊടുത്തിട്ട് മാറ്റിയിട്ട് മെജോറിറ്റി ആക്കിയിട്ട് മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കുന്നു, പ്രധാനമന്ത്രിനെ തിരഞ്ഞെടുക്കുന്നു. ദീനിലൊരു കാര്യം തിരഞ്ഞെടുക്കാൻ മെജോറിറ്റിന്റെയോ മൈനോറിറ്റിയുടെ വിഷയമല്ല, ഹക്ക് പോലെ വേണം, ഞങ്ങൾ പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ എണിച്ചിട്ട് വന്നു. കൂടെ ഖമറുൽ ഉലമ, നൂറുൽ ഉലമ അടക്കമുള്ള പ്രഗത്ഭരായ 10ഓളം ആളുകൾ സമസ്തയിൽ നിന്ന് ഇറങ്ങി വന്നു. സഹോദരങ്ങളെ,